പല മഹാക്ഷേത്രങ്ങളിലും ദൂരദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു മനസമാധാനവും അന്തരീക്ഷവും വേറെ എങ്ങും നിന്നും കിട്ടിയതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ തീരെ ചെറുപ്പം മുതലേ കണ്ട് മനസ്സിൽ പതിഞ്ഞത് കൊണ്ടാവാം. ചന്ദ്രശേഖര ഭാവത്തിൽ ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം പഴയ ഓണാട്ടുകരയുടെ ഭാഗമായിരുന്ന കായംകുളം ദേശത്തിന്റെ ഭാഗമായിരുന്നു. പൂവൻകുന്നിമല, തേവർകോട്ടുമല, അട്ടക്കോട്ടുമല, കടക്കുന്നിമല, കുന്തിരിങ്ങാമല, ആതിരമല എന്നിങ്ങനെ 6 മലകൾക്ക് മധ്യത്തായാണ് പെരിങ്ങിനാട് എന്ന ഈ ഗ്രാമം ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അപൂർവ ഇനം പെരിങ്കി എന്ന ഇനത്തിൽപ്പെട്ട ആലുകൾ ധാരാളമായി ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് പെരിങ്ങിനാട് എന്ന പേര് വന്നത്. പണ്ട് കായംകുളം രാജാവ് പടയൊരുക്കത്തിന്റെ ഭാഗമായി കുറവ് സമുദായത്തിൽപ്പെട്ട 4 പേരെ ഈ പ്രദേശത്തേക്ക് അയച്ചിരുന്നു. അവർ തങ്ങളുടെ ആയുധം മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ ഉരയ്ക്കുകയും ആ കല്ലിൽ നിന്ന് രക്തം പൊടിയുന്നത് കാണുകയും ചെയ്തു. തുടർന്ന് സമീപത്തുള്ള മംഗലശ്ശേരി മഠത്തിലെത്തി തിരുമേനിയെ കണ്ട് വിവരമറിയിച്ചു. കല്ലിൽ ദൈവചൈതന്യം തിരിച്ചറിഞ്ഞ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി. ചേന്നൻ എന്ന ആളാണ് കല്ലിൽ ദൈവാംശം കണ്ടെത്തിയത്. തുടർന്ന് ഈ സ്ഥലത്തിന്റെ പേര് തൃച്ചേന്നമംഗലം എന്നറിയപ്പെട്ടു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവുമായും ഓച്ചിറക്കളിയുമായും ഈ ക്ഷേത്രത്തിനൊരു ബന്ധമുണ്ട്. പണ്ട് ഓച്ചിറ ക്ഷേത്രത്തിലെ കരക്കാർ തമ്മിലുള്ള വിയോജിപ്പ് പറഞ്ഞു തീർത്തത് ഈ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ വെച്ചായിരുന്നു. ഇപ്പോഴും ഓച്ചിറക്കളി തുടങ്ങുന്നതിന് മുമ്പ് ഈ ചരിത്രം സ്മരിക്കാറുണ്ട്.